നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ പോലെയുള്ള മാരകമായ വൈറസ് ഈ ലോകമാകെ കീഴടക്കുന്ന ഈ സമയത്ത് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നാം ഓരോരുത്തരും അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യകളിൽ യാതൊരു തരത്തിലുള്ള സങ്കോചവും കൂടാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പലരും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മാനസിക സംഘർഷങ്ങളും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളെയും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ പ്രജിത്ത് വെള്ളോത്തിന്റെ സഹായത്തോടുകൂടി നമുക്ക് ശ്രീ EV സ്വാമിനാഥൻ എന്ന ഒരു മാന്യ വ്യക്തിയുടെ സേവനം നമുക്ക് ലഭിച്ചത്. വിവിധ മേഖലകളിൽ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് വളരെ നല്ല ക്ലാസുകൾ കൈകാര്യം ചെയ്ത് ശ്രദ്ധ നേടിയിട്ടുള്ള സ്വാമിനാഥൻ സാറുടെ ഒരു ക്ലാസ് നമുക്ക് ഇപ്പോൾ ലഭിക്കും. എന്ത് തന്നെയായാലും നമ്മുടെ തിരുമുറ്റനരിയിലെ മുഴുവൻ ഗ്രൂപ്പ് മെമ്പർമാരും ഈ ഒരു ക്ലാസ്സിന് വേണ്ടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷിക്കുന്നു. എന്ത് തന്നെയായാലും ഈ ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സ്വാമിനാഥൻ അവർകളെ തിരുമുറ്റൻ 90യുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഇത് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നേരിട്ട് സ്വാമിനാഥൻ സാറിന്റെ കൈകളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഓക്കെ, നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്റെ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഈ സ്കൂൾ ബാച്ചിന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഞാൻ വളരെ സ്നേഹത്തോട് നന്ദിയും പറയാണ്, സ്വാഗതം ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലവ് ടു എക്നോളേജ് പ്രജിത്ത്, മിസ്റ്റർ രാജേഷ് ആൻഡ് മിസ്റ്റർ സുബീഷ് ഫോർ കോർഡിനേറ്റിംഗ് ദിസ് പ്രോഗ്രാം. ഞാനിപ്പം സംസാരിക്കുന്നത് കണ്ണൂർ നിന്നാണ്, ഗോഡ്സ് ഓൺ കൺട്രി. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എല്ലാവരും പല ഭാഗത്തിൽ നിന്ന് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലാണ് പങ്കെടുത്തത്. ഞാൻ ഒരു 2 മിനിറ്റിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. എൻ്റെ പേര് ഡോക്ടർ സ്വാമിനാഥൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ MBBS ഡോക്ടർ അല്ല, പക്ഷേ മനസ്സിന്റെ കാര്യത്തിൽ PhD ഇൻ സൈക്കോളജി ആണ്. പല മൈൻഡ് ബോഡി മെഡിസിൻ കോൺഫറൻസിലൊക്കെ ഞാൻ ഒരു ഫാക്കൽറ്റി ആയിട്ട് പോവാറുണ്ട്. എൻ്റെ വളരെ ഒരു പെറ്റായ സബ്ജക്റ്റ് ആണ് സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ ഒരു 15-20 മിനിറ്റ്സ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ചോദ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്നേഹത്തോട് ഡിസ്കസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കാനല്ല വരുന്നത്. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു 2-3 മാസം നിങ്ങളും ഞാനും മൊത്തം ലോകം ഈ കൊറോണ ചെറിയൊരു അദൃശ്യമായ വൈറസ് നമുക്ക് ജീവിതത്തിന്റെ പല പാഠങ്ങളാണ് പഠിപ്പിച്ച് തന്നത്. സോ ഇന്നത്തെ ഈ ടോപ്പിക് സ്ട്രെസ് മാനേജ്മെന്റ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിസർച്ച് ചെയ്യുന്ന ഒരു നല്ല ടോപ്പിക്കാണ്. ഞാൻ അതിന്റെ റിസർച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെന്റ് മനസ്സിന്റെ ഒരു പാരഡൈം സൈക്കോളജി വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രെസ് എന്താണ്, സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ മധ്യപ്രദേശാണ്. സോ മൈ മലയാളം ഹാസ് ഗോട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോബ്ലം. പക്ഷെ ഞാൻ മലയാളത്തിൽ പറയാൻ ഞാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫർഗിവ് മീ ആൻഡ് പ്ലീസ് കറക്റ്റ് മീ ഓൾസോ ഇഫ് യു വാണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ഒരു റിസർച്ച് late 1990 to the most stressed out profession of our country. നിങ്ങൾക്കും എനിക്കുമൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ചാലഞ്ചിങ് സിറ്റുവേഷൻ റൈറ്റ് നൗ. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദ മിലിറ്ററി ആൻഡ് ദ പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് ടു സം എക്സ്റ്റെൻഡ് ദ പോലീസ് ഫോഴ്സസ്. ഈ മിലിറ്ററിയും പാരാമിലിറ്ററിയും ഏറ്റവും കൂടുതൽ പിരിമുറുക്കം അനുഭവിക്കുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദേ ആർ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അവര് ജീവിതത്തും മരണത്തിനും ഇടയ്ക്കാണ് അതൊരു സംഘർഷം ചെയ്യുന്നത്. ആസ് പെർ ഡോക്ടേഴ്സ്
ഡോക്ടേഴ്സ് പറയുന്നത് the event that causes the greatest amount of stress is a fear of death. ഡോക്ടേഴ്സ് ആ ഒരു ഇവന്റിനെ 100 out of 100 ആണ് പെർസെൻറ്റേജ് മാർക്സ് തരുന്നത്. അതായത് നമ്മൾ ജീവിതത്തിലും മരണത്തിനടുക്ക് ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് മനുഷ്യ മനസ്സ് ഏറ്റവും കൂടുതൽ സംഘർഷം, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഡിഫൻസ് ഫോഴ്സസ് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ സ്ട്രെസ് മാനേജ്മെന്റ് ഒരു റിസർച്ച് ലേറ്റ് ഡോക്ടർ കലാം ആണ് സ്റ്റാർട്ട് ചെയ്തത്. വെൻ ഹി വാസ് ദ ഡയറക്ടർ ഓഫ് DRDO. DRDOന്റെ ഫുൾ ഫോം ആണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അങ്ങനെ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി. എൻ്റെ ചെറിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക് മൊത്തം മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസിനിട്ട് എത്തിക്കണ്ടേ. 1998 മുതൽ 2006 വരെ അറൌണ്ട് 8 to 10 years I had a chance to go to all the defense forces, Army, Navy, Air Force, BSF, CRPF, CISF, NSG. ഞാൻ സിയാച്ചിൻ ബാറ്റിൽ സ്കൂൾ മുതൽ വാർഷിപ്പ് വരെ എല്ലാ സ്ഥലത്ത് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇതിൻ്റെ ഈ റെഫറൻസ് തരുന്നത് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ ടോപ്പിക് നിങ്ങളുടെ പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സയൻസ്, ഇറ്റ് ഹാസ് ഗോട്ട് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിസർച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഈ റിസർച്ച് കുറച്ച് വായിക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടോപ്പിക് കഴിഞ്ഞിട്ട് അതിൻ്റെ റെഫറൻസ്, അതിൻ്റെ റിസർച്ച്, ഞാൻ അതിന് ജേർണൽ, പബ്ലിഷ് ആയ ജേർണലും നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുവാണ്. ഡോക്ടർ കലാമിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയാം. എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ശരി, നിങ്ങളത് യു ക്യാൻ ഗോ ത്രൂ ദ എൻറ്റയർ വീഡിയോ. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഞാൻ എന്തുകൊണ്ട് ഡിഫൻസിൻ്റെ കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഡിഫൻസ്, മിലിറ്ററി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ മാനസിക സമ്മർദ്ദം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഏറ്റവും വലിയ പേടി ആൾക്കാർക്ക്, അത് ചിലപ്പം ഫോറിൻ കൺട്രീസ്, ദുബായ്, കുവൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്നത്, നമ്മൾ പുറത്തിറങ്ങിയ പാട് ഏറ്റവും വലിയ പേടിയാണ് ഈ വൈറസ് എൻ്റെ ജീവിതത്തിൽ വന്നാൽ, എൻ്റെ ശരീരത്തിൽ വന്നാൽ, വിൽ ഐ എൻകൗണ്ടർ ഡെത്ത്? സോ ഇറ്റ് ഈസ് എ സിമിലർ കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിയും ഭയം, സ്ട്രെസ്, ടെൻഷനൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ടു. ഇനി നമ്മൾ ഈ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ശരീരത്തിലല്ല. സ്ട്രെസ് ഈസ് എ മെന്റൽ ആൻഡ് എ ഇമോഷണൽ ചാലഞ്ച്. ഈ സ്ട്രെസ് വരുന്നത് നമ്മുടെ മനസ്സിലാണ്. ഇറ്റ് ഈസ് കമ്മിങ് ടു അവർ മൈൻഡ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, സൊല്യൂഷൻ ഈസ് ഓൾസോ ഇൻ ദ മൈൻഡ് ഇറ്റ് സെൽഫ്. ഈ മനസ്സ് വെച്ചിട്ടാണ് അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാധാരണ ഒരു ജനറൽ ആയ ഒരു ട്രെൻഡ് നമ്മൾ പറയും, ഈ പുറത്തുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് പിരിമുറുക്കം, നമുക്ക് സംഘർഷം തരുന്നത്. ഇറ്റ് ഈസ് ദ ഔട്ട്സൈഡ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് കോസിങ് മീ സ്ട്രെസ്. കറക്റ്റ്. എൻ്റെ ഓഫീസ് സിറ്റുവേഷൻ ആയാലും ശരി, എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ആയാലും ശരി, എൻ്റെ ജോബ് സിറ്റുവേഷൻ ആയാലും ശരി, എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥ, വളരെ കൂടുതൽ ഇനി നാളെ എന്ത് സംഭവിക്കും, ഈ ഔട്ട്സൈഡ് സിറ്റുവേഷൻ ആണ് നമുക്ക് സ്ട്രെസ് കൊണ്ട് തരുന്ന അങ്ങനത്തെ ഒരു സാധാരണ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ സൈക്കോളജി പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് തിങ്കിങ്. ബിക്കോസ് ഔട്ട്സൈഡിലെ സിറ്റുവേഷൻ നമുക്ക് സ്ട്രെസ് തരുന്നുണ്ടെങ്കിൽ ഒരേ സിറ്റുവേഷനിൽ പല ആൾക്കാർ പല വേസിൽ ഡീൽ ചെയ്യുന്ന നമ്മൾ കാഴ്ചപ്പാട് കാണുന്നുണ്ട്. അതായത് ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ടു യു ഇൻ 1 minute. ഇപ്പോൾ ഒരേ സിറ്റുവേഷൻ വരുമ്പോൾ 5 ആൾക്കാർ ഒരേ സിറ്റുവേഷൻ വരുമ്പോൾ ഈ 5 പേര് അതേ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത് വളരെ വളരെ വ്യത്യസ്തമായ രീതിയായിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി ദ സെയിം. ഒരേ സിറ്റുവേഷനിൽ ചില പേര് വളരെ കൂടുതൽ ദേഷ്യം വരും, ചില പേർക്ക് വളരെ കൂടുതൽ ഇറിറ്റേറ്റ് ആവും, ചില പേർക്ക് വളരെ കൂടുതൽ സ്ട്രെസ് വരും. പക്ഷെ അതേ സിറ്റുവേഷനിൽ ചില പേര് വളരെ കൂൾ, വളരെ കാം, വളരെ റിലാക്സ്ഡ് ആയ സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ ഔട്ട്സൈഡ് സിറ്റുവേഷൻ ദാറ്റ് കോസസ് മീ സ്ട്രെസ്, ഇറ്റ് ഈസ് മൈ മെന്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത് ദാറ്റ് ഹെൽപ്സ് മീ ടു മാനേജ് ദ ഔട്ട്സൈഡ് സിറ്റുവേഷൻ. അതായത് പുറത്തുള്ള സിറ്റുവേഷൻ അല്ല നമുക്ക് പിരിമുറുക്കം തരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ മാനസികമായ ആ ഇമോഷണലായ ശക്തി അത് കൂടിയിട്ടുണ്ടെങ്കിൽ
we will be able to manage the stress very easily. അതുകൊണ്ട് എൻ്റെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫോക്കസ് ആണ് ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്. മനസ്സിനെ നമ്മൾ കുറച്ച് സമയം ചെലവാക്കിയിട്ട് അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഡ്രൈവിംഗ് എ കാർ ഫോർ ദ ഫസ്റ്റ് ടൈം, നമുക്ക് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, നമുക്ക് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ആ റോഡിൽ ആ വണ്ടി എടുക്കുന്ന സമയത്ത് ചില പിരിമുറുക്കം, യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വൺസ് വി ബിക്കം എൻ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ, നമുക്ക് എത്ര ട്രാഫിക് ആയാലും യാതൊരു പ്രശ്നം വരുന്നില്ല. ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ദ ടെക്നോളജി ഓഫ് ബ്രേക്ക്, ആക്സിലേറ്റർ ആൻഡ് ക്ലച്ച്. നമുക്ക് ആ ടെക്നോളജി അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ട്രാഫിക് വരുമ്പോൾ ഡ്രൈവിംഗ് നമുക്കും നിങ്ങൾക്ക് ഒരു പ്ലഷറായിട്ട് മാറുവാണ്. അതേമാതിരി പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ ഇങ്ങനെ ഡീൽ ചെയ്യേണ്ടത് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ബിക്കോസ് ചെറുപ്പം മുതൽ അത് സ്കൂളായാലും ശരി, കോളേജ് ആയാലും ശരി, യൂണിവേഴ്സിറ്റി ആയാലും ശരി, നമ്മൾ മനസ്സിനെ പറ്റി തീരെ പഠിക്കുന്നില്ല. ഞാൻ കുറേ വർഷങ്ങൾ മുംബൈയിൽ എൻജിനീയറിങ്ങും പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA കുട്ടികളും, പിന്നെ ഇപ്പം ഞാൻ കുറച്ച് PhD കുട്ടികൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ ഇപ്പം കുട്ടികളുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ ഡു യു ഡിഫൈൻ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഐ ക്യാൻ സീ മെനി ഫാമിലി മെമ്പേഴ്സ്, ശരിക്കും ഫാമിലി മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയൊരു മാനേജ്മെൻ്റ് ആണ്. അതേമാതിരി നമ്മൾ ഓഫീസിലും നമ്മൾ പ്രൊജക്റ്റിലും പല കാര്യങ്ങളും നമ്മളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻറ് പറഞ്ഞു, സർ, മാനേജ്മെൻറ്റ് ഈസ് മാനേജിങ് മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി, മെത്തഡോളജി. 5M ആണെന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ പറഞ്ഞ ടോപ്പിക് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ സ്ട്രെസ്സിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി മാനേജ്മെന്റിന്റെ കാര്യം കുറച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി, മെത്തഡോളജി. ഈ 5 റിസോഴ്സസിനെയാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ 2-3 മാസം ഐ അപ്രീഷിയേറ്റ് ഓൾ ദ മദേഴ്സ് ഹു ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ദ സ്മോൾ ചിൽഡ്രൻ. ചെറിയ കുട്ടികളെ വീട്ടിനകത്ത് 3 മാസം മാനേജ് ചെയ്യണം. അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. I appreciate all of you dear parents for doing that, right? പക്ഷേ ഈ 5M, men, material, money, machinery, methodology നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ റിസോഴ്സസ്, my dear friends, is the 6th M. And that 6th M is the human mind, മനസ്സ്. പിന്നെ ഞാൻ MBA കുട്ടികളുടെ അടുത്ത് ചോദിച്ചു റൈറ്റ് ഫ്രം സ്കൂൾ ടു യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ എത്ര പെർസെൻറ്റേജ് സിലബസ് ആണ് നമ്മൾ മനസ്സിനെ പറ്റി പഠിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് സ്റ്റഡിങ് എനിത്തിങ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ അത് ഫേസ് ചെയ്യാൻ ഭയങ്കര വിഷമാവുന്നത്. സോ മൈ ഫസ്റ്റ് മെസ്സേജ് ടു ഓൾ ഓഫ് us is, ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിനെ പറ്റി നമ്മൾ എന്തായാലും ശരി പഠിക്കണം. ബിക്കോസ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഞാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നു, പക്ഷേ ഇനി വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സ് വളരെ ശക്തിശാലി ആയിട്ടുണ്ടെങ്കിൽ, ഇഫ് എ മൈൻഡ് ഈസ് സ്റ്റേബിൾ, ഇഫ് എ മൈൻഡ് ഈസ് പവർഫുൾ, then automatically success will come to you. Automatically നമുക്ക് സഫലത ഏത് സിറ്റുവേഷനിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. That's the first thing. Second thing, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് വലിയൊരു കൺസേൺ. നമുക്ക് എല്ലാവർക്കും 2 കൺസേൺ ആണ് ഞാൻ കാണുന്നത് ജനറൽ ആയിട്ട്. The first concern is a health. പുറത്ത് പോയാൽ എൻ്റെ ഹെൽത്തിന് എന്ത് സംഭവിക്കും? The second is could be our job. പല എൻ്റെ ഫ്രണ്ട്സ് പല സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് ജോബ് പെട്ടെന്ന് ഇല്ല, അല്ലെങ്കിൽ ഇനിയിപ്പം ഓഫീസ് തുടങ്ങാൻ പറ്റുമോ, പല വേരിയേഷൻസ്, പല പെർമുറ്റേഷൻ കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കാര്യത്തിന് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് തിങ് ഈസ് ഓൾ അബൌട്ട് ദ ഹെൽത്ത്. ഡോക്ടേഴ്സ് പറയുന്നത് more than 80% diseases is psychosomatic. അതായത് 80% കാട്ടി കൂടുതൽ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് അത് മനസ്സ് വെച്ചിട്ടാണ്. ഡിസ്ഈസ് അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ when I am not ease with myself, I start getting diseases. അതായത് നമ്മുടെ മനസ്സ് ഈസിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് ആവും. ഇപ്പം നമ്മൾ 3 മാസമായി കൊറോണ വൈറസ് ആയിട്ട് നമ്മൾ നേരിടുന്നത്. ഇപ്പം ഇന്ത്യയിലും കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ബട്ട് മോർ ദാൻ 48% ആൾക്കാർ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് നന്നായിട്ടും തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്.
കൊറോണ വൈറസ് എന്താണ്, അത് നമുക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അത് എങ്ങനെ വന്നു, അത് ഇറ്റ് ഈസ് ഓൾ ഡിബേറ്റബിൾ. പക്ഷെ മൊത്തം ലോകത്തിൽ ഡോക്ടേഴ്സ് ഒരു കാര്യത്തിൽ അവർ അഗ്രി ചെയ്യാണ്. അതായത് നമ്പർ 1, കൊറോണ വൈറസിന് വാക്സിൻ ഇല്ല, യാതൊരു വാക്സിനേഷൻ ഇല്ല. പക്ഷെ വാക്സിനേഷൻ ഇല്ലെങ്കിൽ പല ആൾക്കാർ എങ്ങനെ നന്നായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ആ കാഴ്ച നമ്മൾ കാണുന്നത്. സോ ഡോക്ടേഴ്സ് അഗ്രി. മൊത്തം ലോകത്തിൽ ഡോക്ടേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഏത് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അതായത് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് ഹമാരാ ശരീർ കാ പ്രതിരോധക് ശക്തി, അത് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ ആ പ്രതിരോധക ശക്തി ആ പുറത്തുള്ള വൈറസിനെ കാട്ടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ കുട്ടികളെ എളുപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ മിനിറ്റിൽ നമ്മൾ കൈ കഴുകുക, നമ്മൾ മാസ്ക് ഇടുക, ഇതൊക്കെ ബേസിക് ഹൈജീനിക് പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഈ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ പുറത്തു പോയാൽ ബസ്സിൽ സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന അവർക്ക് ഈ വൈറസ് ഉണ്ടെങ്കിൽ അത് വൈറസ് ചിലപ്പം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഒരു ജലദോഷം വരുന്ന മാതിരിയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഇഫക്ട് ചെയ്യില്ല. ആൻഡ് ദാറ്റ് മെസ്സേജ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. മാസ്കിനെ പറ്റിയും ക്ലീനിങ്ങിനെ പറ്റിയും എവിടെയും ടച്ച് ചെയ്താൽ അത് കഴുകി കൊടുക്കണം, അതൊക്കെ നമ്മൾ എത്ര പറയുന്നുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് ദ ഇമ്മ്യൂണിറ്റി സിസ്റ്റം? ഇപ്പം പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഒരു പേഷ്യന്റ് നന്നായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവന്റെ ആ പ്ലാസ്മ എടുത്തിട്ട് മറ്റേ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഏത് വൈറസും നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ബേസിക് ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്. ആ ഇന്റലിജൻസ് സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ശരീരം ഒരു ആന്റിബോഡീസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഈ ആന്റിബോഡീസ് എങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ ബിക്കോസ് ഓഫ് ദി മൈൻഡ്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഇഫ് യുവർ മൈൻഡ് ബിക്കംസ് സ്ട്രോങ്, your physical body becomes automatically strong. That is the solution. Second thing, കൂടുതൽ സ്ട്രെസ് നിങ്ങളും ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് പല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആവാം, റിലേഷൻഷിപ്പ് ചാലഞ്ചസ് ആവാം, ഇനി ജോലി എന്താവും, ഇതാവും അതാവും, കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റൈറ്റ് ദർ ആർ 2 ഓപ്ഷൻസ്. ആ 2 ഓപ്ഷൻസ് ഞാൻ പറയാം. ഈ 2 ഓപ്ഷൻ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ എന്താണ് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം. ആദ്യത്തെ ഓപ്ഷൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്ത് ചെയ്യണം, അത് ചെയ്യണം, പല തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മുടെ മനസ്സിന് നമ്മൾ കുറച്ച് സമയം ആ ഒരു സൈലന്റ് മോഡിൽ നമുക്ക് വെക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇപ്പൊ മെനി ഓഫ് യു വുഡ് ബിക്കം മൈ ഗുഡ് ഫ്രണ്ട്സ്. നിങ്ങൾ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് സ്വാമിനാഥൻ്റെ അടുത്ത് ചോദിക്കും, സാർ എൻ്റെ ഈ പ്രോബ്ലമാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ കീ ആണ് തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രോബ്ലത്തിന് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ബിക്കോസ് നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ പല വശമുണ്ട്. There are so many coordinates to the challenge you are facing and I appreciate it. അതിന്റെ നിങ്ങൾ 1% മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുള്ളൂ. ആ 1% വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിലീവ് മീ, ഇറ്റ്സ് ഗോയിങ് ടു ബി എ റോങ് സൊല്യൂഷൻ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ടായ സ്ഥിതിക്ക് ഒരു മാസ്റ്റർ കീ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാസ്റ്റർ കീ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ മാസ്റ്റർ കീ? ഫോർ എവറി ലോക്ക് ദർ ഈസ് എ കീ. ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ട്. എല്ലാ പൂട്ടിന് 100% ഒരു ചാവി ഉണ്ട്. നിങ്ങളുടെ പൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചാവി 100% ഉണ്ട്. ആ ചാവി നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. ആ ചാവി നിങ്ങൾ എങ്ങനെ തേടി പഠിക്കണ്ടേ? അതായത് ഐ ഗിവ് യു എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചു. ആ വെള്ളത്തിന്റെ താഴെയാണ് നമ്മുടെ ചാവി ഉള്ളത്. പക്ഷെ ഈ വെള്ളം ഭയങ്കര കൂടുതൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വെള്ളത്തിന്റെ താഴെ ചാവി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല. ബിക്കോസ് ദ വാട്ടർ ഇസ് ഇൻ എ വൈബ്രേഷൻ മോഡ്. പക്ഷേ നമ്മുടെ ആ വെള്ളത്തിനെ നമ്മൾ സൈലന്റ് ആക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൂട്ടിന്റെ ചാവി നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലോസഫി. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ വരുന്ന ആ സങ്കല്പങ്ങൾ, ആ തോട്ട്സ്, ആ തോട്ട്സിനെ നമുക്ക് കുറച്ച് സൈലന്റ് ആക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ
we will get the solution. റിസർച്ചിൽ നമ്മൾ ഒരു കാര്യം എപ്പം നമ്മുടെ സ്റ്റുഡൻസ് അടുത്ത് പറയാറുണ്ട്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഇസ് ന്യൂട്ടൺ. ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ന്യൂട്ടൺ വാസ് വർക്കിംഗ് വിത്ത് പ്ലാനറ്ററി പ്രോബ്ലംസ്. അവർ ഈ ലോകത്തിൽ പ്രോബ്ലംസ് അല്ല, അവർ മുകളിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഈ ന്യൂട്ടൺ പറഞ്ഞ ഈ സയന്റിസ്റ്റ് അവർ പ്രകൃതിന്റെ അടുത്ത്, ആൻഡ് ഹി വാസ് ഇൻ എ വെരി റിലാക്സ്ഡ് മൂഡ്. പെട്ടെന്നാണ് ന്യൂട്ടൺ ഇത് കാണുന്നത്. വൺ ആപ്പിൾ കമ്മിങ് ഡൗൺ ആൻഡ് സഡൻലി ഹി വാസ് ഏബിൾ ടു ഡിസ്കവർ ദ ലോ ഓഫ് ഗ്രാവിറ്റി. അങ്ങനെയാണ് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. സെയിം ഫിലോസഫി നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. The mind, when it is peaceful, I will get the solution of my problem. So this is the basis. Okay, one is stress നമ്മൾ മനസ്സിലാക്കി. Number 2, management നമ്മൾ മനസ്സിലാക്കി. Any, what is the technique? What is the tool? സാധാരണ നമ്മൾ ഈ ഡോക്ടേഴ്സ്, നമ്മൾ സൈക്കോളജിസ്റ്റ്, ഈ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് 2 സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. The first one is fight. സെക്കൻഡ് വൺ ഈസ് ടേക്ക് എ ഫ്ലൈറ്റ്. ഇത് 2 ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ കാര്യം, ആ സിറ്റുവേഷന് നമ്മൾ ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ ടേക്ക് എ ഫ്ലൈറ്റ്. അവിടുന്ന് മെല്ലനെ ആ സിറ്റുവേഷൻ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. സോ ടേക്ക് എ ഫ്ലൈറ്റ്. അതായത് സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് മനസ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിനെ ശക്തിശാലി ആക്കിയിട്ട് ആ സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മനസ്സിനെ സൈലന്റ് മോഡ് ആക്കിയിട്ട് ടേക്ക് എ ഫ്ലൈറ്റ്. ആ സിറ്റുവേഷന് നമ്മൾ ഡിറ്റാച്ച് ആവുക. ഐ ഹോപ്പ് ഐ ഹാവ് മേഡ് തിങ്സ് ലിറ്റിൽ ക്ലിയർ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മനസ്സിന്റെ കാര്യമാണ്. സിറ്റുവേഷൻ നമ്മൾ എന്തായാലും ശരി ഫേസ് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചിട്ട് അത് ഫൈറ്റ് ചെയ്യാം, മനസ്സിനെ ശക്തിശാലിയാക്കാം. അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ സൈലന്റ് ആക്കിയിട്ട് ആ സിറ്റുവേഷന് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം. ദീസ് ആർ ദ ഓൺലി 2 സൊല്യൂഷൻ. അഗൈൻ ഞാൻ പറയുന്നത് ഇതിന്റെ റെഫറൻസ് ആണ് ഡോക്ടർ കലാംസ് റിസർച്ച് ഡൺ ടു ദ മോസ്റ്റ് സ്ട്രെസ്ഡ് ഔട്ട് പ്രൊഫഷൻ, ദാറ്റ് ഈസ് മിലിറ്ററി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ്, റൈറ്റ്? ആ റിസർച്ചിൽ പിന്നെ ഇത് ഒരു ജനറൽ ഒരു ഫിലോസഫിയാണ്, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഇപ്പം ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് ഈ സ്ട്രെസ്സും പിരിമുറുക്കം വരുന്നത്, റൈറ്റ്, അതിന്റെ ഒരു നാച്ചുറലായ സൊല്യൂഷൻ പ്രകൃതി നമുക്ക് ഈ പിരിമുറുക്കം, ഈ മാനസിക സമ്മർദ്ദം, മാനസിക സംഘർഷം നേരിടാൻ വേണ്ടിയിട്ട് പ്രകൃതി നമുക്ക് ഒരു നാച്ചുറലായ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്നറിയോ? ആൻഡ് ദാറ്റ് ഈസ് സ്ലീപ്പ്. ഉറക്കം, സ്ലീപ്പ്. ഹിന്ദി में बोलते हैं नींद, ഉറക്കം. നമ്മുടെ ജീവിതത്തിൽ ഒരു 4-5-6 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ വളരെ സൗഭാഗ്യശാലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ ഉറക്കത്തിൽ നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിന്റെ ആ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കുറയാണ്. ആ 4-5 മണിക്കൂർ നമ്മൾ ആ സിറ്റുവേഷന് നമ്മൾ ഡിറ്റാച്ച് ആവുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് എന്റെ ജോലിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ, ജോലി എന്ത് സംഭവിക്കും, ഇതായിരിക്കും അതായിരിക്കും എന്ന് പറഞ്ഞാൽ പല തോട്ട്സാ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പ്രഷർ കൂടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മൈൻഡ് ഫീൽസ് മച്ച് മോർ റിഫ്രഷ്ഡ്. സിറ്റുവേഷൻ അതേമാതിരിയാണ്. ജോലിന്റെ പ്രോബ്ലം ഉറങ്ങിക്കൊണ്ട് അത് ശരിയായിട്ടില്ല, പക്ഷെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി റീചാർജ് ആവുന്നുണ്ട്, മനസ്സ് റിഫ്രഷ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ഗിഫ്റ്റ് പ്രകൃതി നമുക്ക് തന്നതാണ്, ദാറ്റ് ഈസ് ഉറക്കം. അപ്പൊ ആൾക്കാർ ചോദിക്കും എത്ര മണിക്കൂർ ഉറങ്ങണം? എത്ര മണിക്കൂർ ഉറങ്ങണം ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ക്വാളിറ്റി. അതായത് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഉറക്കം ഇപ്പം 1/2 മണിക്കൂറായാലും ശരി, 1 മണിക്കൂറായാലും ശരി, നമ്മുടെ മനസ്സ് ഇറ്റ് ഷുഡ് റീച്ച് ദ ഡെൽറ്റ സ്റ്റേറ്റ്. അതായത് വളരെ കുറവ് സങ്കല്പങ്ങൾ, 1 to 2 സൈക്കിൾ പെർ സെക്കൻഡ് EEG. ഞാൻ കൂടുതൽ സയൻസിലേക്ക് പോകുന്നില്ല, പക്ഷെ വളരെ സഹജമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്.
അതുകൊണ്ട് പിന്നെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഇത് ഫീൽ ചെയ്യും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളിലെ സമയത്ത് നമുക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രെസ് കൂടുന്നത്. നാച്ചുറലായി കിട്ടുന്ന ആ മെഡിസിൻ ഉറക്കം നമുക്ക് ഇപ്പം കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വീട്ടിന്റെ അകത്ത് ഇരുന്നിട്ട് ഈ സങ്കല്പങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഒരു നല്ലൊരു ഫ്രണ്ടായ സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ വളരെ സ്നേഹത്തോടെ ഷെയർ ചെയ്യാണ്, നമ്മൾ ഈ മനസ്സിൽ വരുന്ന ഈ ഇൻപുട്സിനെ കുറച്ച് കുറക്കുക. അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്ന അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് TV, മീഡിയ, ന്യൂസ്, വാട്സപ്പിന് കുറച്ച് മാറി നിൽക്കണം. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, അത് നമുക്ക് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ട്. ആ കുട്ടികൾ ഓരോരോ സെക്കൻഡ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൂടുതൽ ന്യൂസ്, ഈ ക്രിക്കറ്റ് സ്കോർ മാതിരി ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ എത്ര പേര് മരിച്ചു, എത്ര പേര്, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രം ദ സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. അത് വളരെ ഡേഞ്ചറസ് ആണ്. മൊത്തം ദിവസത്തിൽ ഇപ്പൊ സ്വാമിനാഥന്റെ കാര്യം നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ മൊത്തം ദിവസത്തിൽ ഒരു 10 മിനിറ്റിനെക്കാട്ട് ന്യൂസ് ഞാൻ കേൾക്കാറില്ല. 10 മിനിറ്റ്സ് ഇന്ത്യയിൽ എന്ത് സിറ്റുവേഷൻ ആയി, ചീഫ് മിനിസ്റ്റർ എന്ത് പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ എന്ത് പറഞ്ഞു, ഒരു 10 അല്ലെങ്കിൽ മാക്സിമം 12 മിനിറ്റ്സിനെ കാട്ടി ഞാൻ കൂടുതൽ ന്യൂസ് കേൾക്കാറില്ല. റൈറ്റ്? ബിക്കോസ് ഐ നോ വെറുതെ അൺവാണ്ടഡ് ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്താ സിറ്റുവേഷൻ ആക്കിയത്, അതൊക്കെ ഒരു ജനറൽ ഇൻഫർമേഷൻ യു ഷുഡ് ഹാവ്. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രിക്കറ്റ് സ്കോറിന് മാതിരി കൊറോണ വൈറസിന്റെ ബാക്കിൽ നമ്മൾ നടക്കാൻ പാടില്ല. സോ കുറച്ച് ആ ഒരു സിറ്റുവേഷന് ഡിറ്റാച്ച് ആവണം. രണ്ടാമത്തെ കാര്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ മനസ്സെന്താ ചെയ്യേണ്ടെന്നാ വിചാരിക്കുക. ആ മനസ്സിനെ സൈലന്റ് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടെക്നിക് നമ്മൾ പഠിക്കണം. ഒരു പ്രൊഫസറായ സ്ഥിതിക്ക് നമ്മൾ ഈ 2-3 മാസം മാക്സിമം നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒരു ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഈ ഓൺലൈൻ ക്ലാസ്സസിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ലേഡീസും നമ്മൾ യൂട്യൂബൊക്കെ വെച്ചിട്ട് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം, പുതിയ പുതിയ ഡിഷ് എങ്ങനെ ഉണ്ടാക്കണം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. യു ക്യാൻ സ്റ്റഡി എവറിത്തിങ് ത്രൂ ഓൺലൈൻ. അതേമാതിരി മനസ്സിന് നമുക്ക് എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത്, ആ ടെക്നിക്കും നമുക്ക് ത്രൂ ഓൺലൈൻ തന്നെ പഠിക്കാൻ പറ്റും. ബിക്കോസ് വി ഹാവ് ടൈം. So let's make the best use of our time. This technique of managing a mind is called as meditation. ഈ മെഡിറ്റേഷനിൽ നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾ മെല്ലെ 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 നമുക്ക് കുറക്കാൻ പറ്റും. മെഡിറ്റേഷൻ ഹാസ് കം ഫ്രം എ ലാറ്റിൻ വേർഡ് മെഡിരി, ആൻഡ് മെഡിരി മീൻസ് ടു ഹീൽ യുവർ സെൽഫ്. 1 is treatment, number 2 is healing. ഇത് 2 വേർഡാണ്. നമ്മുടെ മൈൻഡ് ബോഡി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹീലിംഗ്. ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റിലെ വേർഡ് നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതൽ അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഏത് ട്രീറ്റ്മെന്റാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പം ഈ കൊറോണ വൈറസ് നമുക്ക് വേണ്ടത് ട്രീറ്റ്മെന്റ് അല്ല. നമുക്ക് ശരിക്കും ആവശ്യമാണ് നമ്മുടെ മനസ്സിന് ഹീലിംഗ് ആണ് ആവശ്യമുള്ളത്. ബിക്കോസ് മനസ്സ് അത്ര കൂടുതൽ പേടിച്ചിട്ടുള്ളത്. ഈ മനസ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ കുറച്ച് സമയം നമ്മളത് ചെലവാക്കിയിട്ട് ഈ മനസ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ടെക്നിക് ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് മൈ മെസ്സേജ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേ വെൻ ഐ എം മീറ്റിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ കുറച്ച് സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു ഷെയർ വിത്ത് മീ ബിക്കോസ് അരമണിക്കൂറായി. സോ ദ ഫസ്റ്റ് തിങ്, സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇറ്റ്സ് എ മെന്റൽ ആൻഡ് എൻ ഇമോഷണൽ ചാലഞ്ച്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പല മാനേജ്മെന്റ് നിങ്ങളും ഞാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ല മാനേജ്മെന്റ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ മാനേജ്മെന്റ് ആണ്. ഇപ്പം 2 സിറ്റുവേഷനാണ് ഉള്ളത്. 1 is a health issue, 1 is a general job, family. ഇതൊക്കെയാണ് 2 കാര്യത്തിന് സൊല്യൂഷൻ ഒന്ന് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇഫ് യു ടേക്ക് കെയർ ഓഫ് ദ മൈൻഡ്. ദ നാച്ചുറൽ വേ ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് ഈസ് സ്ലീപ്പ്, ഉറക്കം. ആ ഉറക്കത്തിൽ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ടൂളാണ് ഐദർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അപ്പൊ ഇപ്പൊ സിറ്റുവേഷൻ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, കൊറോണ വൈറസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ജോലി പോയി എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, ആരുടെ നമ്മൾ ഫൈറ്റ് ചെയ്യുക? യു കനോട്ട് ഫൈറ്റ് വിത്ത് ദ സിറ്റുവേഷൻ. ആ വൈറസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ദ ബെസ്റ്റ് വേ ഇസ് ടു ടേക്ക് എ ഫ്ലൈറ്റ്. കുറച്ച് സമയം നമുക്ക് ആ സിറ്റുവേഷന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം. മനസ്സിന് ഇത് തിയറിറ്റിക്കൽ അല്ല, പക്ഷെ ഇത് നമുക്ക് കുറച്ചത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ
one of the best tools which Dr. Kalam recommends, and that technique is what is called as meditation. ഓൺലൈനിലും നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് ത്രൂ യൂട്യൂബ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ശരി പഠിക്കാം. സോ ഞാൻ ഇന്ന് അരമണിക്കൂർ നിങ്ങളടുത്ത് സംസാരിച്ചത് എനിക്ക് വളരെ കൂടുതൽ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ 2 ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് I will be open for your questions. The first one is Dr. Kalam's reference of the research. ഞാൻ ഈ Zoom-ൽ I would request either Mr. Rajesh or Subhish that you can type this in the chat box so that everybody can see that. But Dr. Kalam's research-ന്റെ വെബ്സൈറ്റ് ആണ് www. ഞാനൊരു വെബ്സൈറ്റ് പറയാണ്. And this research was done by DRDO and the Global Hospital. അപ്പം ഈ ഗ്ലോബൽ ഹോസ്പിറ്റൽ മൈൻഡ് ബോഡി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കാം. So the website is www.3dhealthcare.org. 3 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ 3 ആണ്. D is Delhi, healthcare.org. ഞാൻ വേണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ചാറ്റ് ഞാൻ എഴുതാം. 3D, 3 is numerical 3, D is dimension, healthcare.org. The first thing. Second thing, നിങ്ങൾക്ക് ത്രൂ ഓൺലൈൻ അല്ലെങ്കിൽ വാട്സപ്പിൽ മലയാളത്തിൽ മെഡിറ്റേഷൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ I will give you a number. Mr. Rajesh, you can note down the number. The number is 88-488. ഒന്നുകൂടിയും പറയാം, 88-488-55278. ഇതൊരു വാട്സപ്പ് നമ്പറാണ്. ഇത് സ്വാമിനാഥൻ്റെ നമ്പർ അല്ല. If you want, I can give you my email at the end if you are interested. പക്ഷേ ഇതൊരു വാട്സപ്പ് നമ്പർ ഓൺലൈൻ മെഡിറ്റേഷൻ കോഴ്സിന് വേണ്ടിയിട്ടാണ്. 88-488-55278. You can be open for learning any technique of meditation, but this is the technique of meditation wherein നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് അല്ല നമ്മൾ ചെയ്യാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിന് പുതിയ നല്ല തോട്ട്സ് കൊണ്ടുവന്നിട്ട് മനസ്സിന് ആ തോട്ട്സിന് ഒരു പുതിയ ഡയറക്ഷൻ ഇങ്ങനെ കൊടുക്കുക. അതാണ് ഇത്. 1 week കോഴ്സാണ്. എല്ലാ ദിവസം അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ തരണം. ത്രൂ വാട്സപ്പ് അത് വീഡിയോസ് ഒക്കെ വരും. യു ക്യാൻ ബി വെരി ഓപ്പൺ ഫോർ ഇറ്റ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗിവ് എ മെസ്സേജ് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ലിസൺ ടു ഇറ്റ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് യാതൊരു ചാർജസ് ഇല്ല. ഇറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. കറക്റ്റ്. ഇംഗ്ലീഷും ഹിന്ദിയിലും നമ്മളൊരു 3 വർഷമായിട്ട് ഈ ഓൺലൈൻ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബിക്കോസ് ഡിഫൻസ് ഫോഴ്സസ് നമുക്ക് എല്ലാ സ്ഥലത്ത് എല്ലാ സമയത്ത് അവരുടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഓൺലൈനായിട്ട് നമ്മളൊരു 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു എപ്പിഡമിക് ഉള്ള സമയത്ത് ആ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ മലയാളം ഓൺലൈൻ മെഡിറ്റേഷൻ കോഴ്സ് ഇതിനടുത്ത് നമ്മൾ 2-3 മാസമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. So please give the feedback. I'll be very happy to share my email ID also. It is evswami@gmail.com. evswami, E for elephant, V for victory, SWAMI, I for India @gmail.com. So my dear friends, it was a great pleasure to meet all of you. വളരെ sorry but light കുറച്ച് പോയി, but I'm still audible I think. So my email ID is evswami@gmail.com. You're most welcome to get connected me. Once again, I appreciate and acknowledge this group of 8990 batch, the school group who have been able to meet together. ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ സ്കൂൾ ക്ലാസ്മേറ്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട് ത്രൂ ഓൺലൈൻ. I appreciate this group very much. So thank you very much. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ you're most welcome to ask me. Over to you, Mr. Rajesh and Mr. Subhish. ഒരാളിൽ വന്നിട്ട് നമുക്കൊരു ക്ലാസ് തരുമ്പോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു സന്തോഷം, അത് എന്ത് തന്നെയായാലും ആസ് എ പേഴ്സണാലിറ്റി സെൽഫ് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു വളരെ ഒരു ഇത് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു വളരെ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി. പിന്നെ അത് ആ പോസിറ്റീവ് എനർജി തന്നെ ഒരു സാധനം സൈക്കോളജിക്കലി എന്റെ മനസ്സിൽ വന്നത് നിങ്ങളെന്ന് വരുന്ന സ്പീച്ചും ആ രീതിയിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈൻഡ് കൺട്രോളിങ്ങിനെ പരമാവധി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഇതിലത്തെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാര്യം, അതിനെ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല ന്യൂസുകളും നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കറന്റ് അഫയേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും സാറ് പറഞ്ഞത് പ്രകാരം അത് ശരിക്കും നമ്മളെ ഒരു നെഗറ്റീവ് ഇംപ്രഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിരിക്കുന്ന കാര്യം അതാണ്.
കാരണം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂസ് നമ്മൾ പലതും വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. ശരിയാണ്. ഇന്ന് മുതൽ ഏതായാലും സാറിന്റെ ക്ലാസ്സിന് എനിക്കൊരു കാര്യം കിട്ടി. അത്യാവശ്യം 3-4 കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുക. ഈ സമയം വരെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ സമയം വരെ സാറിന്റെ ക്ലാസ് കേട്ടു. കാരണം ഇനിയും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ആദ്യം തന്നെ പറയാം. അതിനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സംവിധാനം നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്ത്. ഇപ്പൊ സൂമായി പോയി, ഇനി നമ്മുടെ കൊറോണയെല്ലാം പെട്ടെന്ന് തന്നെ മാറട്ടെ. ഇനി ഒരു ഓപ്പൺ സ്റ്റേജിൽ നമുക്ക് സാറെ നേരിട്ട് കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്ത് തന്നെയാലും ഉണ്ടാകാനുള്ള സംവിധാനം നമ്മൾ ചെയ്യും. Once again, thank you for your very valuable and very talented class for us. So nice. Thank you. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മോസ്റ്റ് വെൽക്കം. ശരിക്കും പറഞ്ഞാൽ ഈ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യം ചിത്രമാണ് ഇതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്. ശരിക്കും പറഞ്ഞാൽ യോഗാസൻ ഫിസിക്കൽ എക്സസൈസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഫിസിക്കൽ എക്സസൈസിനെ പറ്റിയല്ല. ബിക്കോസ് ഇപ്പം ഏതെങ്കിലും ഒരു കൊറോണ വൈറസിന്റെ പേഷ്യന്റിന് പോലും നമുക്ക് എന്ത് എക്സസൈസാണ് നമുക്ക് അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുക? അവന് ഓൾറെഡി ലങ്സ് സഫോക്കേറ്റഡ് ആണ്, ENT ആകെ മൊത്തം ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ അവർക്ക് നമുക്ക് യാതൊരു ഫിസിക്കൽ എക്സസൈസോ പ്രാണായാമോ ബ്രീതിങ് എക്സസൈസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ഐ എം സ്പീക്കിംഗ് അബൌട്ട് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന്റെ എക്സസൈസ് ആണ്. ഈ മനസ്സിന്റെ എക്സസൈസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പറയാം, ഏർലി മോർണിംഗ് സൺറൈസ്, രാവിലത്തെ സൂര്യോദയം. ഇത് പറഞ്ഞ പാട് നമ്മുടെ മനസ്സിൽ ആ സങ്കല്പം എത്തുവാണ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി മനസ്സിന്റെ ആ കണ്ണ് വെച്ചിട്ട് രാവിലത്തെ സൂര്യോദയത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദി മൈൻഡ്. അപ്പൊ ഈ മനസ്സിന്റെ ഈ പവർ വെച്ചിട്ട് നമുക്ക് മെല്ലനെ നമ്മുടെ സിറ്റുവേഷന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. ഇതൊരു ട്രെയിനിങ് ആണ്. അപ്പൊ ഈ ട്രെയിനിങ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ LKG ക്ലാസ് മുതൽ തന്നെ നമ്മൾ A for apple, B for bat പഠിക്കുന്ന മാതിരി തന്നെ മനസ്സിനെ പറ്റി നമ്മൾ പഠിക്കണം. അതായത് മനസ്സ് എന്താണ്, വാട്ട് ഈസ് മൈൻഡ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ്, ഹൗ ഡസ് ദ മൈൻഡ് വർക്ക്. പിന്നെ മെല്ലെ മെല്ലെ ഈ മനസ്സിനെ നമുക്ക് ഏകാഗ്രം എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് വാട്ട് വി ഷുഡ് ഡെവലപ്പ്. എല്ലാ ദിവസവും നമ്മൾ മൊബൈൽ നമ്മൾ ചാർജിങ്ങിൽ വെക്കുന്നുണ്ടല്ലോ, അതേമാതിരി നമ്മുടെ മനസ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വാട്സപ്പ് നമ്പർ തന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം. യു ക്യാൻ ആസ്ക് മീ സം ക്വസ്റ്റ്യൻസ് ഓൾസോ, ആൻഡ് സ്പെസിഫിക്കലി വിത്ത് യുവർ റിക്വയർമെന്റ്സ് ഐ വിൽ റിക്കമെൻഡ് ടു യു. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മെല്ലിന് മെഡിറ്റേഷന്റെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി TV ന്യൂസ് ചാനലൊക്കെ കേൾക്കാത്ത ബദലിൽ കുറച്ച് സമയം നമുക്ക് ഉണ്ടാവും. ആ സമയത്തിനാണ് നമ്മൾ മനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്, മനസ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്ന് ജനറൽ ആയിട്ടാണ് ഞാൻ മനസ്സിനെ പറ്റി പറഞ്ഞത്. ആൻഡ് ഐ എം ഗിവിംഗ് യു ദിസ് ടൂൾ ഓൾസോ ഓഫ് ടെക്നിക് ഓഫ് മെഡിറ്റേഷൻ ഓൾസോ. നിങ്ങൾക്ക് ഇപ്പൊ മെഡിറ്റേഷൻ പഠിക്കാനുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് അറൌണ്ട് 6 hours to 7 hours. ഇതൊരു കമേഴ്ഷ്യൽ അല്ല, ഞാൻ കമേഴ്ഷ്യൽ കാര്യമല്ല നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു പ്രൊഡക്റ്റും നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ബീൻ വെരി സ്ട്രോങ്ലി റിക്കമെൻഡഡ് ബൈ ലേറ്റ് ഡോക്ടർ കലാം സർ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. രാജേഷ് പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്റെ സെഷന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാജേഷ്. രണ്ടാമത് സാറ് പറഞ്ഞത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി പ്രകൃതി തന്നെ കനിഞ്ഞരളിയ ഒരു മാർഗമാണ് ഉറക്കം എന്ന്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റിലും കാണുന്ന പലരും, നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടെ പലരും പറയുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. എങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും? അതിനെന്താണ് ഒരു സജഷൻ? അതൊരു വലിയൊരു പ്രോബ്ലം ആണ് മിസ്റ്റർ രാജേഷ്. അതിനാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല. പല ആൾക്കാര് ബെഡിൽ കിടക്കുന്നുണ്ട്, പക്ഷെ രാവിലെ എണീച്ച പാട് ആ ഫിസിക്കൽ ബോഡി ആയാലും ശരി, മെന്റൽ ഇമോഷണൽ ലെവലിൽ അത് ചാർജിങ് ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ആ സങ്കല്പങ്ങളുടെ ആ ക്വാണ്ടിറ്റി കുറയുന്നില്ല. നമ്മൾ കിടക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? മൊത്തം ദിവസം, ദ എൻറ്റയർ ഡേ നമ്മൾ ഈ മനസ്സ് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി രാത്രിയിൽ ആ മനസ്സ് മെല്ലനെ റിലാക്സ്ഡ് പൊസിഷൻ ആവാൻ പറ്റുന്നില്ല അതിന്. അതുകൊണ്ട് നമ്മൾ ഡേ ടൈമിൽ ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യാണ്,
നമ്മൾ ഡേ ടൈമിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനടുത്ത് നമ്മൾ തീരെ ദേഷ്യപ്പെടാൻ പാടില്ല. റൈറ്റ്? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ദേഷ്യം വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് β++ എത്തുവാണ്. അപ്പൊ β++ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ദിവസം നമ്മുടെ മനസ്സ് അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ മനസ്സിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, അവരങ്ങനെ ചെയ്തു, ഇവരെങ്ങനെ ചെയ്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഓൾറെഡി ഇത്ര പ്രോബ്ലം ഉണ്ട്, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ കറക്റ്റ് ആണ്, ഇറ്റ്സ് ഹാപ്പനിങ്. അപ്പം അത് അവര് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് മൊത്തം ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ക്ലട്ടറിങ് അല്ലെങ്കിൽ ഇന്റേണൽ ചാറ്റിംഗ്. പിന്നെ ഞാൻ ചെയ്ത് വളരെ കറക്റ്റ് ആണ്, ഇവരാണ് തെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൊത്തം ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി എങ്ങനെയാണ് മനസ്സ് റിലാക്സ് സ്റ്റേറ്റിൽ വരിക? സോ ദെയർഫോർ മൈ സിമ്പിൾ റിക്വസ്റ്റ് ഇസ്, ഇനി അടുത്ത 24 hours ഏതായാലും നമ്മൾ ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. അപ്പൊ ഒരു പ്രൊഫസർ ആയ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ സ്കൂൾ മേറ്റ്സ് ആണല്ലോ, അപ്പൊ ഞാൻ ചെറിയൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഹോംവർക്ക് ഈസ് ഫോർ ദ നെക്സ്റ്റ് 24 hours, അടുത്ത 24 മണിക്കൂറിൽ നിങ്ങളുടെ ഒപ്പം സ്വാമിനാഥനും ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ വി ഹാവ് ടു കൺട്രോൾ അവർ വേർഡ്സ്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ മുകളിൽ വളരെ കൂടുതൽ പ്രഷറാണ്, നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ ഡിസ്റ്റർബ് ആണ്. അപ്പൊ അടുത്ത 24 മണിക്കൂർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, വൈഫോ കുട്ടികളോ ഹസ്ബൻഡും എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ആ സിറ്റുവേഷന് ഡിറ്റാച്ച് ആവാൻ നമ്മൾ പഠിക്കണം. അവര് പറഞ്ഞു ദാറ്റ് ഇസ് കറക്റ്റ്, അവരുടെ അത് സിറ്റുവേഷൻ ആണ് കറക്റ്റ്, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ബദല് ക്യാൻ ഐ റെസ്പോണ്ട്? നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ മിലിറ്ററി പാരാമിലിറ്ററി ഫോഴ്സസിൽ നമ്മൾ പല കേസസ് കണ്ടിട്ടുണ്ട്. ഇവരാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അവരുടെ കയ്യിൽ AK-47 അല്ലെങ്കിൽ AK-56 ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഈ ജവാൻ എന്താ ചെയ്യുന്നത്? ഈ ഗണ്ണ് വെച്ചിട്ട് അവന്റെ സ്വന്തം കൂടെ നിൽക്കുന്ന അവന്റെ ഫ്രണ്ടിനെ കൊല്ലുന്നത്. ഇംഗ്ലീഷിൽ ഇതൊരു സൈക്കോളജിക്കൽ വേർഡാണ്, അതിനെ ഫാക്ടറിസൈഡ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഗണ്ണ് നമുക്ക് തന്നത് നമ്മുടെ എനിമീനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ മനസ്സിനെ കൺട്രോൾ ഇല്ല. AK-47 AK-56 എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് അവരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മനസ്സിന് ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മിലിറ്ററി പാരാമിലിറ്ററിയിൽ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേമാതിരി നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മൾ ഒരു യുദ്ധ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, നമ്മുടെ വൈഫ്, നമ്മുടെ കുട്ടികളാണ്. അപ്പൊ എന്ത് സിറ്റുവേഷൻ വരുന്നാൽ അടുത്ത 24 മണിക്കൂർ നമുക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ആ റിലാക്സ്ഡ് പൊസിഷനിൽ വരും. ഇപ്പം വെള്ളം മാതിരിയാണ് വാട്ടർ. നമ്മൾ വെള്ളത്തിന് ഗ്യാസിൽ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ചൂടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്യാസ് ഓഫ് ചെയ്താൽ the water will take its original position. അത് ഓട്ടോമാറ്റിക്കലി കൂൾ ആവും. അതേമാതിരി നമ്മുടെ മനസ്സാണ്, വെള്ളത്തിന് മാതിരിയാണ്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചൂടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ഓട്ടോമാറ്റിക്കലി അത് തണുക്കും. പക്ഷെ ഈ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ വളരെ കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇസ്, നമ്മൾ അടുത്ത 24 മണിക്കൂറിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് അവരും ശാന്തമായിട്ടുണ്ടെങ്കിൽ അത് പറയണം. അതായത് നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് പറയണം. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിന്നാൽ അത് പ്രഷർ കുക്കർ മാതിരിയാണ്, അത് പിന്നെ അത് എവിടെയെങ്കിലും എക്സ്പ്ലോഡ് ആവും. പക്ഷെ ആ സമയത്ത് നമ്മളത് റിയാക്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരമായ ചായ കുടിക്കുന്ന സമയത്ത് പറയണം, നിങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് വളരെ കൂടുതൽ വേദന തന്നു. അപ്പൊ അവർ പറയും. അപ്പൊ ആ സിറ്റുവേഷൻ ആ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ മനസ്സ് വളരെ റിലാക്സ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ചെയ്താൽ രാത്രി നമ്മുടെ മനസ്സ് പെട്ടെന്ന് ആ റിലാക്സ്ഡ് ആ ഡെൽറ്റ സ്റ്റേജിൽ എത്താൻ ഹെൽപ്പ് കിട്ടും. സോ വി ഷുഡ് ഹെൽപ്പ് അവർ മൈൻഡ്, thereby we should help our family members also. Okay, so thank you very much. വളരെ വളരെ താങ്ക്സ്. ഇനി വീണ്ടും നമ്മൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ രാജേഷിനടുത്തും സുബീഷിനടുത്തും പ്രജിത്തിനടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് ചെറിയ കുട്ടികളായാലും ശരി, വലിയ കുട്ടികളായാലും ശരി, അവരുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ ശക്തിശാലിയാക്കാൻ പറ്റുക, അവരുടെ കോൺസെൻട്രേഷൻ പവർ നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റുക, അവരുടെ നല്ല സംസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക.
So this is what I am very much interested. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പം 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗദർ ആക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ പറ്റി ഒരു ഡിസ്കഷൻ, ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളെ ഏവരുടെ അനുഭവത്തോടെ ഞാൻ നന്ദി ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വിലയേറിയ സമയം നമുക്കായി മാറ്റിവെച്ചുകൊണ്ട് പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഇന്നിവിടെ ക്ലാസ് എടുത്ത ശ്രീ EV സ്വാമിനാഥൻ അവർകൾ തിരുമുറ്റ 90 എന്ന നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ നാം അതെല്ലാം പ്രാവർത്തികമാക്കുകയും അതിന് ഉറപ്പ് തരുന്നതോടൊപ്പം അദ്ദേഹത്തിനോടുള്ള നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു സ്വാമിനാഥൻ സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഗ്രൂപ്പിലെ കരുത്തുറ്റ അമരക്കാരൻ വിജേഷ് വിജുവിനും ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത തന്റെ സൗഹൃദം ഉപയോഗിച്ച ശ്രീ സ്വാമിനാഥൻ സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി വാങ്ങിത്തന്ന നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ ശ്രീ പ്രജിത് കുമാർ വെള്ളോത്ത് ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിന് പറയുന്നു. താങ്ക് യു പ്രജിത്, താങ്ക് യു. ഈ പ്രോഗ്രാമിന് വേണ്ടി ടെക്നിക്കൽ അസിസ്റ്റൻസും തന്ന് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ഇത്രയും നേരം നമ്മളെ സഹായിച്ചു നമ്മോടൊപ്പം നിന്ന് നമ്മുടെ കുവൈറ്റിലുള്ള ശ്രീ സുബീഷ് കുമാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സുബീഷിൽ എന്ന പോലെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയും സ്വതസിദ്ധമായ രീതിയിൽ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സുമായും ഇടപെട്ട് ഇതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്തരം ഒരു നല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ ശ്രീ രാജേഷ് ഷണിയരിക്ക് താങ്ക് യു. താങ്ക് യു രാജേഷ്, താങ്ക് യു. എല്ലാത്തിനും ഉപരി ഏതൊരു പ്രോഗ്രാമിന്റെ വിജയം അതിന്റെ പ്രേക്ഷകരുടെ കൈകളിലാണ്. സോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പരിപാടികളും മാറ്റി നിർത്തി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. Thank you very much. Thank you Preeta. Thank you everybody. Okay. May you stay healthy. May you be happy with all your family members. Namaskaram. Jai Hind.